അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്തെല്ലാമാണെന്ന് അറിയണ്ടേ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടിപ്സ് ഒന്നുമില്ല. ഇന്ന് എൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ്, പാചക വിശേഷങ്ങളൊക്കെയാണ്, പിന്നെ വാചക വിശേഷങ്ങളും ഉണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വീട്ടു ചെലവ് എങ്ങനെ ചുരുക്കാം എന്നതിനെ പറ്റിയാണ്. അതിനകത്ത് വീട്ടു ചെലവിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, എന്റെ കാര്യത്തിലെ കാര്യം ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതെങ്ങനെ നിയന്ത്രിക്കാം, അതെങ്ങനെ പിടിച്ച് ചെലവാക്കാം എന്നും പറഞ്ഞിട്ട് പിശുക്കത്തരം അല്ല നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മള് ലാവിഷാണ്, പക്ഷേങ്കിൽ ഭയങ്കരമായിട്ടല്ല. അപ്പൊ നമുക്ക് ചെലവ് ചുരുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതൊക്കെ കേട്ടിട്ട് ചിലവര് പറയും, ഓ ഞങ്ങൾക്കൊക്കെ ഇതൊക്കെ അറിയാമായിരിക്കും. അറിയാൻ വയ്യാത്തവരും കാണും. അപ്പൊ അറിയാൻ വയ്യാത്തവര് ഞാൻ പറയുന്ന രീതിയിലൊന്ന് ഉപയോഗിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ 10 പൈസ സമ്പാദ്യം കാണും. മനസ്സിലായോ എല്ലാവരും? അപ്പം എല്ലാവരും ഇന്ന് മുതല് ഇതുപോലെ ചെയ്ത് നോക്കിക്കേ, എന്നിട്ട് എനിക്ക് കമന്റ് ഇടുകയും വേണം. അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് വിശേഷങ്ങളെല്ലാം കാണാൻ പോയാലോ? എല്ലാവരും വാ, നമുക്ക് വിശേഷങ്ങൾ കാണാം. രാവിലെ ഇഡലിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും മുറ്റം തൂക്കാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചെടികളെയൊക്കെ നോക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടല്ലോ നേരം വെളുത്ത് കഴിഞ്ഞാൽ. അപ്പം ആ കൂട്ടത്തിൽ ഞാനുമുണ്ട്. നേരം വെളുത്ത് കഴിഞ്ഞാൽ കുറേ നേരം ഈ ചെടിയുടെ കൂടെ നിൽക്കുക ഒരു പതിവുണ്ട്. അപ്പം നമ്മുടെ ബൊഗൈൻവില്ലയൊക്കെ നല്ല ഭംഗിയായിട്ട്, ഇപ്പം ഇതിൻ്റെ സീസണാന്ന് തോന്നുന്നു, എല്ലായിടത്തും നിറച്ച് പൂവായിട്ട് നിൽക്കുന്ന കാണാം. എന്തായാലും നല്ല അടിപൊളി ഭംഗിയാണ് കാണാനായിട്ടല്ലേ. ഇതാണ്ട് ഇത് കണ്ടോ, ഇതിൽ നാളെ ഞാൻ നിങ്ങളെ കാണിച്ചത്. ഇന്നിപ്പോൾ 2 പൂ വിരിഞ്ഞിട്ടുണ്ട്. നല്ല രസം അതല്ലേ പൂ കാണാം. പക്ഷെ ആ പൂവിന് അധികം ആയുസ്സുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഇന്ന് വൈകിട്ടോ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഇത് തീരുവെന്നാണ് തോന്നുന്നത് പരിപാടി. ഇതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളതായിട്ടോ വെറുതെ. പിന്നെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയ കൂട്ടത്തിൽ ഒന്നെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും നമുക്ക് എന്താ ഒന്ന് വീഡിയോ പിടിച്ചാൽ എന്ന് നമുക്കൊരു തോന്നലുണ്ടാവുമല്ലോ. അങ്ങനെ അതനുസരിച്ച് പിടിച്ചതാണ്. ഇത് കണ്ടോ, ഇത് നമ്മൾ ഉഷമലരി എന്ന് പറയത്തില്ല, ഇതിൻ്റെ കയ്യിൽ കുറേ കളറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും കുറേ പേർക്കൊക്കെ. ഇതിപ്പോൾ നമ്മളിങ്ങനെ വളർന്നു വരുമ്പോൾ ഇങ്ങനെ ഒറ്റ ചെടിയായിട്ട് അങ്ങ് വളർന്നു വരുമ്പം എന്ത് ചെയ്യണമെന്നറിയാമോ? ഇതിൻ്റെ ഈ തല വെച്ച് അങ്ങ് ഒടിച്ച് കളയണം കേട്ടോ. അങ്ങനെ ഒടിച്ച് കളയുമ്പോഴത്തേക്കും എന്താ പല ശിഖരമായിട്ട് ഇതാ ഇങ്ങനെ വളരും. ഇത് കണ്ടോ, ഇതിൻ്റെയൊക്കെ തല ഞാൻ അങ്ങനെ ഒടിച്ച് കളഞ്ഞാണ്. അങ്ങനെ ഒടിച്ച് കളഞ്ഞാൽ മാത്രമേ ഇതുപോലെ വളരത്തുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ വളരത്തില്ല. ഒറ്റ ഒരു ചെടിയായിട്ട് അങ്ങനെ പോവും. അപ്പോൾ അത് കാണാനായിട്ട് ഒട്ടും ഭംഗിയില്ല. ഇത് കണ്ടോ, ഇതെനിക്കില്ലായിരുന്നു കേട്ടോ. പല സ്ഥലത്തും നിൽക്കുന്ന കാണുമ്പോൾ എനിക്കിത് വേണം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് ഒരു കുഞ്ഞ് തണ്ട് ഒടിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷേ എന്തായാലും അത് നന്നായിട്ട് പിടിച്ചു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഈ ചൈനീസ് ബോൾസ് അങ്ങോട്ട് പിടിക്കത്തേ ഇല്ല കേട്ടോ. എന്താണെന്ന് എനിക്കത് ഇത്രയും നാളായിട്ട് മനസ്സിലാകുന്നില്ല. എനിക്ക് വന്ന ചില ചട്ടിയിലെ മണ്ണിൻ്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, എന്താണ് ആവോ. പിന്നെ നമുക്കിതാ ഇവിടെ കുറച്ച് ഭാഗത്ത് നമ്മൾ ടൈൽസ് ഇട്ടിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞ അവിടെ ഇടേണ്ടെന്ന്. കാരണം നമ്മുടെ മനസ്സിൽ ഓരോ ഐഡിയകളുണ്ടല്ലോ. അപ്പം ഞാൻ അതിനകത്ത് അവിടെ നിറച്ചിങ്ങനെ പുല്ല് വെച്ചിട്ട് ചുമ്മാതെ ചെടികൾ നട്ടു കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ കാണാനായിട്ട് നല്ലൊരു ഭംഗിയല്ലേ അത് കാണാനായിട്ട്. പക്ഷേങ്കിൽ ഒരു കാര്യമാണ്, രാത്രിയിൽ ഇതിനകത്ത് എലി കയറുന്നുണ്ട് കേട്ടോ. ഇതെവിടെയൊക്കെ ഞാൻ നിറച്ച് വെച്ചിരുന്നതാണ് ആ പുല്ല്. അതെല്ലാം തട്ടി മറിച്ച് എനിക്കൊരു പണിയില്ലല്ലോ. പാവങ്ങൾ എന്തെങ്കിലും തിന്നാൻ തപ്പി വരുന്നതായിരിക്കാം കേട്ടോ. പിന്നെ ഇതാ മതിലിൽ ഞാൻ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. എങ്കിലും ഇന്നിപ്പം വെറുതെ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒന്ന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ദാ ഇങ്ങനെ വിരിഞ്ഞ് ഇത് ഈ പിന്നെ പൂവ് പതുക്കെ രാവിലെ വിരിയത്തുള്ളൂ കേട്ടോ. ഇത്തിരി താമസമുണ്ട് വിരിഞ്ഞ് വരാനായിട്ട്. പക്ഷെ അത് ഇപ്പം ദാ വിരിഞ്ഞു. ഇത് പിന്നെ നമുക്കറിയാമല്ലോ ഈ നീലപ്പൂ എന്തൊരു ഭംഗിയല്ലേ ഇതൊക്കെ കാണാനായിട്ട്. രാവിലെ നമ്മുടെ പൂന്തോട്ടം കുഞ്ഞി പൂന്തോട്ടമാണെങ്കിലും നമുക്കത് കാണുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണിനും മനസ്സിനുമൊക്കെ ഒരു കുളിർമ തന്നെയാണ്. പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ലാത്ത കാര്യമാണ്. ഇതാ ചെറുതാണ്, ഇതാ വെച്ച് വരുന്നതേ ഉള്ളൂ. കണ്ട നമ്മുടെ ആമ്പൽ വെച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തൊട്ട് എന്നും അതിൽ മുട്ടും പൂവുമൊക്കെ ഉണ്ട് കേട്ടോ. മുട്ട് വന്നിട്ടല്ലേ പൂ വരുന്നത് കണ്ടോ. ഇഷ്ടം പോലെ മുട്ടുണ്ട് കണ്ടോ. പിന്നെ നമ്മുടെ ഈ കൊച്ചു 10 മണിയൊക്കെ അതാ വിടർന്ന് വരുന്നതേ ഉള്ളൂ. സമയമൊന്നും ആയില്ല. കുറച്ച് കഴിഞ്ഞതിന് ശേഷമല്ലേ അത് വിടരത്തുള്ളൂ.
അപ്പൊ നമ്മുടെ കാപ്പൂടിയെല്ലാം കഴിഞ്ഞു. സ്വസ്ഥം സമാധാനം. ഈ ഉച്ചക്കത്തെ പരിപാടിയിലേക്ക് കടക്കുന്നു. ഇന്നിച്ച് കുറച്ച് താമസിച്ചു പോയി, മണി 11:30 ആയി. അപ്പൊ എന്താ, നമുക്ക് ഇന്ന് കുറച്ച് മീൻ കിട്ടിയായിരുന്നു. അപ്പൊ നമുക്ക് ഇത് മറന്നുപോയല്ലോ, ഇത് നമ്മുടെ കണ്ണിയയിലെയും വേളൂരിയാണ് ഇന്ന് കിട്ടിയിരിക്കുന്ന മീന്. അപ്പൊ ഞാൻ ഇന്ന് വേളൂരി എടുക്കുന്നില്ല, കണ്ണിയില മാത്രമാണ് എടുക്കുന്നത്. അപ്പൊ കണ്ണിയില എടുത്ത് കണ്ണിയില മാത്രമേ വെട്ടുന്നുള്ളൂ, ഇത് വെട്ടുന്നില്ല, സമയമില്ല. 11:30 കഴിഞ്ഞ് അതും ചെയ്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഒട്ടും സമയം കിട്ടത്തില്ല. അപ്പൊ ഇന്ന് കണ്ണിയില നമുക്ക് മുളകിനകത്തൊരു കറി വെക്കാന്ന് വെച്ചു. പിന്നെ നമുക്ക് അതിന്റെ കൂടെ ഒരു മാങ്ങാ ചമ്മന്തി അരക്കാന്ന് വെച്ചു. മാങ്ങാ ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഒരു മാങ്ങയിനകത്തൊന്ന് വാങ്ങിച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അത് ഇനി അതിനകത്ത് കിടന്നു കഴിഞ്ഞാൽ ചീത്തയായി പോവും. അതുകൊണ്ട് മാങ്ങാ ചമ്മന്തി. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് 2-3 എടുത്ത് വറക്കുകയും ചെയ്യാം. പിന്നെ നമ്മുടെ കൂർക്ക, ഇത് കണ്ടോ, ഇത് വലിയ കൂർക്ക ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വലിയ കൂർക്ക നമുക്ക് പെട്ടെന്ന് ഒരുക്കി എടുത്തിട്ട് മെഴുക്കുവരട്ടി വെക്കാനൊക്കെ ആയിട്ട് പറ്റുമല്ലോ. ചിലവര് കൂർക്ക തോരൻ വെക്കും, പക്ഷെ എനിക്ക് കൂർക്ക തോരൻ എനിക്ക് ഇഷ്ടമല്ല. കൂർക്ക മെഴുക്കുവരട്ടി ഇഷ്ടം. നല്ലതല്ലേ, നന്നായിട്ട് തേങ്ങാക്കൊത്തും സവോളയും പച്ചമുളകും ഒക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂർക്ക മെഴുക്കുവരട്ടി. ഇതിപ്പം കാണുമ്പോൾ നമുക്ക് 5-6 കൂർക്ക ഉണ്ടെന്ന് തോന്നുവേ, പക്ഷേങ്കിൽ വലിയ കൂർക്ക ആയതുകൊണ്ട് നമുക്ക് മെഴുക്കുവരട്ടി വെച്ചാലും ഇത് കാണും. പിന്നെ എല്ലാവരുടെയും ജോലിയൊക്കെ എവിടം വരെയായി? എന്ത് കൂട്ടാൻ വെക്കാനല്ലേ, ഇന്നത്തെ ഒരു കൂട്ടാൻ വെപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞ വല്ലാത്തൊരു ജോലിയാണല്ലേ. ഇതിപ്പോ എനിക്ക് കുറച്ച് മുന്നേ ചെയ്യാറുണ്ട് ഇതൊക്കെ, പക്ഷെ ഞാനിവിടെ കുറച്ച് നേരം അവിടെ വെറുതെ ഇരുന്ന്, എന്തിനാന്ന് തന്നെ എനിക്കറിയത്തില്ല. ഇപ്പൊ ഞാൻ വിചാരിക്കുവാണ്, ആ വെറുതെ ഇരുന്ന നേരത്ത് നമ്മളിപ്പോ ഇതൊക്കെ ചെയ്തിരുന്നെങ്കിൽ ജോലി കഴിഞ്ഞിട്ട് ഇരുന്നുകൂടായിരുന്നു. ചില ദിവസം നമുക്ക് അങ്ങനല്ലേ, ചില ദിവസം ജോലി ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര മടിയായിരിക്കും അല്ലെ, ചില ദിവസം ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇഷ്ടമുള്ള ദിവസം കുറവാല് ഒന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് ചില ദിവസം നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ ജോലി ചെയ്യാനായിട്ട്. പിന്നെ മീൻ വെട്ടണം. താമസിച്ച് കഴിഞ്ഞാൽ അങ്ങ് താമസിച്ചു. എന്നാ ഇപ്പൊ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ എഴുന്നേറ്റതാണ്, പക്ഷെ ഇന്ന് എന്തൊക്കെയോ എന്താ ഇന്നത്തെ പ്രശ്നം. പിന്നെ അതല്ല പറയാൻ വന്നത്. അപ്പൊ ഞങ്ങള് കാപ്പൂടിയെല്ലാം കഴിഞ്ഞ് അവിടെ ഇരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ബാത്റൂമിന്റെ ഡോറ്, നമ്മുടെ മറ്റേ ഈ ഫൈബറിന്റെ ഡോറില്ലേ, അപ്പൊ അതിന്റെ ആ പിടി ഇങ്ങനെ ഒടിഞ്ഞു പോയായിരുന്നു. അപ്പം വേറൊരു ഡോറ് വെക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പം അപ്പം തന്നെ എന്നാ വിളിച്ചു പറഞ്ഞേക്കാം ഒരു ഡോറ് കൊണ്ടുവരുമല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും പറഞ്ഞവര് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവര് ഫോണിനകത്ത് നമ്മളെ ഡിസൈൻ കാണിക്കുമല്ലോ, അത് നോക്കിയിരുന്നാണ് സമയം മുഴുവൻ എൻ്റെ പോയത്. അത് കഴിഞ്ഞപ്പോഴാണ് ബോധം വന്നു, അയ്യോ മണി 11:30 ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അടുക്കളയിലോട്ട് കയറി. പിന്നെ നമുക്കധികം സമയമൊന്നും വേണ്ടല്ലോ, നമ്മൾ പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാം വൃത്തിയാക്കി നമ്മൾ എടുക്കും അല്ലേ. അതാണ് നമ്മൾ വീട്ടമ്മമാരുടെ ഒരു മിടുക്ക് അല്ലേ. അപ്പം ഞാൻ വിചാരിച്ചേ ഇന്ന് വീട്ടുവിശേഷങ്ങൾ തന്നെ ഇടാം. എല്ലാ ദിവസവും ഈ ടിപ്സൊക്കെ കാണിച്ചു കൊണ്ടിരുന്നാൽ ചിലവർക്ക് ഇഷ്ടമില്ല, ചിലവരതിങ്ങനെ കണ്ടിട്ട് ഇച്ചിരി കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് വിടും അല്ലേ. അപ്പം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചിലവർക്ക് അതൊക്കെ കാണുന്നത് ഭയങ്കര മടുപ്പായിരിക്കും, അതുകൊണ്ടായിരിക്കും. ഞാനതുകൊണ്ട് ആരെയും കുറ്റമൊന്നും പറയത്തില്ല കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ വീഡിയോ കാണുന്നതും. പിന്നെ ഈ കാണുന്നവർ തന്നെയാണെങ്കിലും അവർ നമ്മുടെ വീഡിയോ ഒക്കെ സമയം ഉണ്ടാക്കി കാണുന്നുണ്ടല്ലോ, അതിനകത്ത് നമ്മൾ അവർക്ക് എന്താ പറയുന്നത്, നന്ദി പറയുക ചെയ്യേണ്ടത് അല്ലേ. അവർ കാണുന്നുണ്ടല്ലോ. സത്യത്തിൽ നമുക്കറിയാലോ ഒരു വീട് കൊണ്ടുപോകണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. ഇപ്പൊ ഒരു വീട്ടിലെ ചെലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കാലത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വീട്ടിലെ ചെലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചെലവാണ് അല്ലെ. കറണ്ട് ചാർജ് കൊടുക്കണം, വെള്ളത്തിന്റെ കൊടുക്കണം, എവിടെ കൊടുക്കണ്ടാത്തത്. പിന്നെ തേങ്ങയും ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അതൊന്നും വാങ്ങിക്കണ്ടെന്ന് പറയാം, അത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തേങ്ങയൊന്നും ഇല്ലാത്തതുകൊണ്ട്, മാങ്ങയുണ്ട് തേങ്ങയില്ല ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതും വാങ്ങിക്കേണ്ട ഗതികേടാണ്. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അതിനകത്തൊക്കെ അഡ്ജസ്റ്റ് ആയി പോകണം. ഇപ്പം പിന്നെ ഭയങ്കര ചൂടായതുകൊണ്ട് കറണ്ട് ചാർജും കൂടുതലാണ് അല്ലെ. അപ്പം ഇതെല്ലാം ഈ ചെലവിന്റെ എല്ലാം കൺട്രോൾ എന്ന് പറയുന്ന ആരുടെ കയ്യിലാ? നമ്മുടെ കയ്യിൽ. നമ്മൾ വീട്ടമ്മമാരുടെ കയ്യിലാണ് ഇതെല്ലാം ഇരിക്കുന്നത്. നമ്മളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെലവ് നന്നായിട്ട് നിയന്ത്രിക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ചെലവ് നിയന്ത്രിക്കുക തന്നെ. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, ചിലവർക്കൊക്കെ നന്നായിട്ട് അത് ചെലവ് കറക്റ്റായിട്ട് കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ട്. ചിലവരങ്ങനൊന്നുമല്ല, ചിലവര് അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കും. പക്ഷെ നമുക്ക് വേണം, പക്ഷെ ഒന്നും നമ്മുടെ ആവശ്യത്തിൽ കൂടുതലാകാനായിട്ട് പറ്റില്ലല്ലോ നമുക്ക്.
അപ്പൊ തന്നെ ഇപ്പൊ തന്നെ ഗ്യാസ് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിവിടെ ഗ്യാസ് മാത്രമേ ഉള്ളൂ, എനിക്ക് അടുപ്പില്ല. കാരണം നമ്മളിപ്പം ചിലവർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ പെര വെച്ചപ്പോഴത്തേക്കും ഒരു അടുപ്പ് ഇട്ട് കൂടായിരുന്നോ എന്നൊരു ചോദ്യം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിനുള്ള ഉത്തരം കൊടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടുപ്പിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിറക് വേണമെങ്കിൽ വിറക് വാങ്ങിക്കണം. കാരണം നമുക്ക് വലിയ ഏക്കർ കണക്കിന് സ്ഥലമൊന്നുമില്ല, വിറക് വാങ്ങിക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു ആ വിറക് വാങ്ങിക്കണം, പിന്നെ അത് വെയിലത്തിട്ട് കൊണ്ടുവന്നാലും നമ്മളതൊക്കെ വെയിലത്തിട്ട് ഉണക്കുകയോ ഒക്കെ ചെയ്യണം. എന്നാ പിന്നെ ഒരു സിലിണ്ടർ എടുത്തൂടെ, എന്നാ പിന്നെ അത് മതിയല്ലോ, എന്തായാലും വിറകൊക്കെ വാങ്ങിക്കണം. പിന്നെ ഈ അടുപ്പിൽ കിടന്ന് ഊതേണ്ട ആവശ്യമില്ല. നമുക്കിപ്പം നമ്മുടെ പറമ്പിൽ വിറകൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷെ എനിക്കതില്ലാത്തതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞെടുപ്പം. പിന്നെ നമ്മൾ ഗ്യാസ് ആണെങ്കിലും ചെലവാക്കുമ്പോഴത്തേക്കും അതിന് നമ്മൾ നന്നായിട്ട് നോക്കി കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് ഒരുപാട് ദിവസം നിൽക്കും. നമ്മളിപ്പം നിങ്ങൾ പറയുമായിരിക്കും ഈ 2 പേരൊക്കെ ഉള്ളതുകൊണ്ടാണ്, പക്ഷെ അങ്ങനെയൊന്നും അല്ല അതിന്റെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ. ഞാൻ പറയട്ടെ, 2 പേരുണ്ടെങ്കിലും 5 പേരുണ്ടെങ്കിലും നമ്മൾ വേകാനുള്ള സമയം ശരിക്കും ഒരുപോലല്ലേ എടുക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം ഇത്രയും അരി കൊണ്ടിടുന്നതും ഇത്രയും അരി കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേകാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അതേസമയം കൂടുതൽ അരി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാനിപ്പോൾ എന്താ അരി ഇതിപ്പം എനിക്ക് ഇന്നലത്തെ ചോറ് കുറച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പം ഇന്നലത്തെ ചോറിനെ ഞാൻ തിളപ്പിച്ചുറ്റാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. അരിയുടെ ഭയങ്കര വിലയാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ മിച്ചം ഈ ചോറൊന്നും ഞാൻ കളയാറേ ഇല്ല. നമ്മൾ എത്ര രൂപ കൊടുത്ത് അരി വാങ്ങിക്കുന്നത് കളയാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അപ്പം ചിലവർ പറയും തിളപ്പിച്ച് ഊറ്റരുത് അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറയും, പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. ഞാനതൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാനൊക്കെ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എനിക്ക് ഇതുവരെ ദൈവത്തിന്റെ ഇതുകൊണ്ട് ഒരു കുഴപ്പങ്ങളും സംഭവിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് അതൊന്നും കളയാൻ പറ്റത്തൊന്നുമില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മൾ പറഞ്ഞു വന്നതല്ല, ഗ്യാസിന്റെ കാര്യത്തിൽ തന്നെ ആണെങ്കിലും ഞാൻ പറയട്ടെ, നമ്മളൊരു കാര്യം ഇപ്പം കറി തന്നെയാണെങ്കിലും നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് അത് ഭയങ്കര ഹൈ ഫ്ലെയിമിലിട്ട് അങ്ങോട്ട് അങ്ങനെ തിളപ്പിച്ചുകൊണ്ടേ ഇരിക്കരുത്. നമ്മുടെ ഗ്യാസ് പെട്ടെന്ന് തീർന്നു പോകും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, കറിയൊക്കെ തിളച്ചു കഴിഞ്ഞതിന് ശേഷം അത് സിമ്മിലേക്ക് ആക്കണം. എങ്കിൽ മാത്രമേ ആ കറിക്ക് ഒരു ടേസ്റ്റും കിട്ടത്തുള്ളൂ, പിന്നെ നമുക്ക് ഗ്യാസ് ഒക്കെ ലാഭിക്കാനും പറ്റത്തുള്ളൂ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇപ്പം അരിയൊക്കെ ആണെങ്കിലും ഇപ്പൊ എല്ലാരും കുക്കറിലൊക്കെ വെക്കുന്നതുകൊണ്ട് ഗ്യാസിനൊക്കെ ലാഭമുണ്ട്. എന്റെ ഗ്യാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാൻ 45 ദിവസം നിൽക്കുന്നുണ്ട്. ഞാൻ അതുപോലെ നല്ല കറക്റ്റ് ആയിട്ടാണ് നോക്കുന്നത്. എനിക്ക് അടുപ്പൊന്നുമില്ല, ഞാൻ എല്ലാ കാര്യങ്ങളും സ്റ്റവിൽ തന്നെയാണ് വെക്കുന്നത്. രാവിലത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതുണ്ടാക്കും, ഉച്ചയ്ക്ക് എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കും. പിന്നെ നമ്മള് 4 മണിക്ക് ചായ ഇടും. പിന്നെ ഇപ്പൊ ഞാൻ വെളിച്ചെണ്ണ പലഹാരങ്ങളൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല, കാരണം അതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഇരുന്ന് തിന്നും. അതൊക്കെ ഭയങ്കര കൊളസ്ട്രോളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ വല്ലപ്പോഴും ഇങ്ങനെ നമുക്ക് ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് കഴിക്കണം എന്നൊക്കെ തോന്നത്തില്ല, അങ്ങനെയുള്ള ഒരു ദിവസം മാത്രം ഞാൻ ഉണ്ടാക്കത്തേ ഉള്ളൂ, അല്ലാണ്ട് ഞാൻ ഉണ്ടാക്കത്തൊന്നുമില്ല. അതുപോലെ വെളിച്ചെണ്ണ ഉപയോഗം കുറയ്ക്കുക. ഇതെങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ചെലവ് നമുക്ക് നന്നായിട്ട് ചുരുക്കാനായിട്ട് പറ്റും. വെളിച്ചെണ്ണ ആണെങ്കിലും നമ്മൾ മെഴുക്കുവരട്ടി ആണെങ്കിലും ഏത് കറി ആണെങ്കിലും വെക്കുവാണെങ്കിൽ അതിനകത്തൊക്കെ വെളിച്ചെണ്ണ ചേർക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ചിലവരുടെ വിചാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ അങ്ങോട്ട് കോരി അങ്ങോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറിക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണെന്നാണ് വിചാരം. പക്ഷെ അത് വെറും ധാരണയാണ്. നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ അതിനകത്തൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കറിയിലൊക്കെ ഇങ്ങനെ വെളിച്ചെണ്ണ പൊങ്ങിക്കിടന്നിട്ട് നമ്മുടെ കയ്യിലൊക്കെ ഇവിടാണെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ കൈ പിടിക്കുന്ന കരിയുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധാപൂർവ്വം നിൽക്കത്തുള്ളൂ. അപ്പം ചിലവര് മെഴുക്കുവരട്ടി വെക്കുന്ന ഇങ്ങനെ എണ്ണയ്ക്കകത്തിട്ട് തന്നെ എടുക്കുന്നത്, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. അപ്പൊ എല്ലാരും പറയും നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് പിശുക്കായതുകൊണ്ടാണ്. അല്ല, വെളിച്ചെണ്ണയ്ക്ക് നമുക്ക് യാതൊരു പിശുക്കും ഇല്ല. പക്ഷെ നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എണ്ണ കൂടുതൽ ചീത്തയാണ്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, മെഴുക്കുവരട്ടിയൊക്കെ വെക്കുമ്പോൾ ഞാൻ വെക്കുന്ന രീതിയാണ് പറയുന്നത്, നിങ്ങളാരും എന്നെ തള്ളരുത്. ഞാൻ അതിനകത്തോട്ട് ഇച്ചിരി ഉപ്പിട്ടിട്ട് ഞാൻ അങ്ങ് അടച്ചു വെക്കും. അപ്പൊ ആ ആവി കൊണ്ട് നമ്മുടെ അത് വെന്ത് കിട്ടി കഴിയുമ്പോഴത്തേക്കും ഞാനൊരു ശകലം വെളിച്ചെണ്ണ അതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഇളക്കി അങ്ങിടത്തേ ഉള്ളൂ. അല്ലാണ്ട് ഈ വെളിച്ചെണ്ണ തന്നെ ഇങ്ങനെ നമ്മുടെ ചിപ്സ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ചിലവർ ഈ മെഴുക്കുവരട്ടി ഉണ്ടാക്കി എടുക്കുന്നത് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറേ എനിക്ക് ഇഷ്ടമല്ല. ഇപ്പം പാവയ്ക്ക മെഴുക്കോട്ടിയാണേലും എന്ത് മെഴുക്കോട്ടിയാണേലും അത് എണ്ണയെ കിടന്ന് മൂത്ത് നമ്മുടെ ചിപ്സിന്റെ പരുവാകുമ്പോൾ എടുത്താൽ ആ പച്ചക്കറിക്ക് അതിനകത്തുനിന്ന് നമ്മൾ കഴിക്കുമ്പോൾ അതിനകത്തുനിന്ന് എന്താ ഒരു ഗുണം കിട്ടുന്നത്. അതുകൊണ്ട് എന്റെ അഭിപ്രായം ഞാൻ പറയാണ്. ചിലർക്ക് അതായിരിക്കും ഇഷ്ടം. നമുക്കിപ്പോൾ അത് തിരുത്തി കുറിക്കാനൊന്നും പറ്റുന്ന കാര്യമല്ലല്ലോ. നമ്മുടെ അരി തിളച്ചു,
ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പൊ എപ്പോഴും നമ്മൾ ചിലപ്പോൾ നമ്മൾ വീട്ടമ്മമാരാണ്, ചിലപ്പോൾ നമ്മൾ ഗ്യാസിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് പോകും. ഞാനും വെച്ചിട്ടൊക്കെ പോകാറുണ്ട്. പാത്രമൊക്കെ കരിഞ്ഞൊക്കെ പിടിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും ഞാൻ ഇപ്പം ഭയങ്കര ശ്രദ്ധയുണ്ട് കേട്ടോ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് വെള്ളച്ചോറ്, ഇതെനിക്കാം, ഇത് ചുമന്ന ചോറ് തീർച്ചയായിട്ടും. ഇപ്പം ഇതൊന്ന് ഞാൻ വാർക്കട്ടെ, വാർത്തിട്ട് ഇപ്പൊ വരാം. അങ്ങനെ മീനെല്ലാം നമ്മൾ വെട്ടിക്കഴുകി കൊണ്ടുവന്നു. മറ്റേ ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് വേളൂരി. എല്ലാം കൂടി ഇന്ന് സമയമില്ല. അതുമല്ല ഇന്ന് നമുക്ക് അവസാനിക്കാൻ പോകുമൊന്നും അല്ലല്ലോ. അപ്പൊ അതാ കുറച്ച് മീൻ ഞാൻ വറക്കാനും മുളക് വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് അരപ്പൊക്കെ ചേർക്കാന്ന് വെച്ചേക്കാം കേട്ടോ. ഞാൻ എപ്പോഴും നമ്മള് കടുകൊക്കെ വറുത്തല്ലേ വെക്കുന്നത്. ഇന്നിപ്പോ ഞാൻ കടുകൊന്നും വറക്കുന്നില്ല. നമ്മുടെ സാധാരണ നമ്മുടെ പണ്ടത്തെ അമ്മമാരൊക്കെ വെക്കാം. നമ്മുടെ അമ്മമാരൊക്കെ ഇപ്പൊ വരുന്ന കുറച്ച് വെള്ളം എടുക്കാം. നമ്മുടെ അമ്മമാരൊക്കെ വെക്കത്തില്ലായിരുന്നു പണ്ട്. ആ പണ്ടത്തെ ഒരു മീൻകറിയാട്ടോ. നമുക്ക് സ്റ്റൗവിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൂർക്ക മെഴുക്കുവരട്ടി ഇതാ ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് മീൻ വറുക്കാനുള്ളതും കൂടെ അങ്ങ് വെച്ചു കൊടുക്കാം. മീന് മുളകും പുരട്ടി വെച്ചിട്ട് കുറെ നേരമായി. നമുക്കതൊന്ന് വറക്കാം. ചൂടാകട്ടെ. ഇപ്പൊ മാങ്ങാ ചമ്മന്തിയും കൂടെ അരച്ചുകൊണ്ട് വരാം. അപ്പൊ നമ്മുടെ മീൻ വറക്കാനൊക്കെ ഞാൻ വെച്ചു. മീൻ കറി അടുപ്പേലായി. പിന്നെ നമ്മുടെ കൂർക്ക മെഴുക്കോട്ട് റെഡിയായി, ചോറൊക്കെ റെഡിയായി, എല്ലാം റെഡിയായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ നമ്മുടെ മാങ്ങാ ചമ്മന്തി അരച്ചു കഴിഞ്ഞായിരുന്നു. ഇതാരടാ മാങ്ങാ ചമ്മന്തി. ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ പച്ചമുളക് വെച്ചല്ല, ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇട്ടു. നോക്കിക്കേ, നല്ലതാണോ മാങ്ങാ ചമ്മന്തി തൈരും. ഭയങ്കര ഇഷ്ടമാട്ടോ. പിന്നെ വേറെ ഒന്നും കൊടുത്തില്ല. അത് മാങ്ങാ ചമ്മന്തി അരയ്ക്കുമ്പോ ഒരു ശകലം വിളഞ്ഞ മാങ്ങയും കൂടെ ആകുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല ഭയങ്കര പുളിയുള്ള മാങ്ങ അല്ലാണ്ട് ചെറിയ വിളഞ്ഞ മാങ്ങയാണെങ്കിലുണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ചൂടുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഉണ്ടോ ശരീരം മുഴുവൻ ചൊറിച്ചില്ല ചൂടുകൊണ്ട് അല്ലെ? ചിലവർക്കൊക്കെ ഉണ്ട്, എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കറണ്ട് ചാർജ് ആണെങ്കിൽ അങ്ങേറ്റത്തേക്കാണ്. നമ്മൾ ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായിട്ട് പറഞ്ഞു തന്നപ്പോഴത്തേക്ക് ഞാൻ മീൻ വെട്ടാനായിട്ട് പോയി. അപ്പൊ ഞാൻ ഗ്യാസിന്റെ കാര്യം പറഞ്ഞായിരുന്നു. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് ചാർജ് ആണ് അല്ലെ. ഇത് രണ്ടുമാണ് നമ്മുടെ മെയിൻ കാര്യങ്ങള്. ഇത് രണ്ടിലും നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമുക്ക് കുറച്ചൊക്കെ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്താ പറയുന്ന രക്ഷ നേടാനായിട്ട് പറ്റും അല്ലെ. കറണ്ട് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമല്ലേ. പിന്നെ സോളാറൊക്കെ വെച്ചിരിക്കുന്നവർക്കും കുഴപ്പമില്ലായിരിക്കും. അല്ലാത്തവർക്ക് ഞങ്ങൾക്ക് സോളാറൊന്നുമില്ല, നമ്മൾ ഇത് തന്നെ ഉപയോഗിക്കുന്നവരാണ്. അപ്പൊ ഈ പ്രാവശ്യം കറണ്ട് ചാർജ് നല്ല കൂടുതലാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ചൂടല്ലേ. അപ്പൊ പിന്നെ നമ്മൾ AC ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചൂടത്തിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ അല്ലേ? രാത്രി ഞാൻ കിടന്ന് പോകും, അയ്യോ എനിക്ക് ചൂടെടുക്കുന്നേ എന്നാ എഴുന്നേക്കാൻ മടി. ഇതിടനൊക്കെ എഴുന്നേക്കാൻ മടി. പാവം എന്റെ ചേട്ടൻ എഴുന്നേറ്റ് പോയി ഇട്ടേരും കേട്ടോ AC ഒക്കെ. ഇനിയിപ്പോ AC ഒക്കെ ആരുടെ വീട്ടിലില്ലാത്ത എല്ലാവരുടെ വീട്ടിൽ AC ഒക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങള് കറണ്ട് ചുരുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ചുരുക്കി കഴിഞ്ഞാൽ ആ സമയം കൂടെ നമുക്ക് AC ഇടല്ലേ, ചൂടല്ലേ. അപ്പൊ ഞങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മണിയാകുമ്പോ ഫ്രിഡ്ജ് ഓഫ് ചെയ്യും. 6 മണിക്ക് ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് 10 മണിക്ക് ഫ്രിഡ്ജ് ഓഫ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഞാൻ ആ വക കാര്യങ്ങൾ അറിയാറേയില്ല കേട്ടോ. മാത്രമല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് ലൈറ്റ് കറക്റ്റായിട്ട് ഓഫ് ചെയ്യണം. എല്ലാം അതൊക്കെ ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് നോക്കും കേട്ടോ. മക്കള് വന്നു കഴിഞ്ഞാൽ രക്ഷയില്ല. മക്കളെ പുറകെ ഇങ്ങനെ നടക്കണം, അവന്മാരിട്ടിട്ട് പൊക്കളെ. കാരണം പിള്ളേർ അങ്ങനെ പറഞ്ഞിട്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനല്ല, ചിലവരൊക്കെ ശ്രദ്ധിക്കുന്നവർ കാണും. എന്നാ മിക്ക കുഞ്ഞുങ്ങളും കണക്കാം. പിന്നെ അവരുടെ പുറകെ നടന്ന് നമ്മൾ ലൈറ്റും ഫാനും ഒക്കെ ഓഫ് ചെയ്യേണ്ടി വരും. ഇത് 6 മണിക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 10 മണിക്ക് ഞങ്ങൾ ഓൺ ചെയ്യും. അപ്പം ആ സമയമാണ് ഏറ്റവും കൂടുതൽ കറണ്ട് എല്ലാവരും എടുക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ നല്ല ഗുണം കിട്ടുന്നുണ്ട് അല്ലെ. നമുക്ക് അതിന്റെ നല്ല ഗുണം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇസ്തിരിപ്പെട്ടി, അയൺ ബോക്സ്, പിന്നെ നമ്മുടെ മോട്ടർ അടിക്കുന്നത് പോലെ തന്നെ പകൽ സമയങ്ങളിലാണ്. അല്ലെങ്കിൽ 10 മണി കഴിഞ്ഞിട്ട് രാത്രി കൺസപ്ഷൻ കൂടുതലും. അങ്ങനെയൊക്കെ ചെയ്താൽ കുറയും. നമ്മൾ ശ്രദ്ധിച്ചാൽ എല്ലാ ദിവസവും മോട്ടറൊക്കെ രാത്രിയിൽ അടിക്കും അല്ലെ, 10 മണി കഴിഞ്ഞിട്ട്. അങ്ങനെയൊക്കെ അടിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് ഒരുപാട് ലാഭം വരും. ഇത്തവണ പിന്നെ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മൾ ശ്രദ്ധിച്ചില്ല കൂടുതലും, അതുകൊണ്ടാണ് ഇത്രയും വന്നത്. എന്നാലും ഇത് ഉപയോഗിച്ച് വെച്ച് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ കുറവെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ശരിയാ, നമ്മൾ ഉപയോഗം കുറച്ചല്ല, നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറയുന്ന കാര്യം ഉറപ്പാണ്.
നമ്മൾ ഇതെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടമ്മമാരുടെ കയ്യിലാണ് കൺട്രോൾ ഇരിക്കുന്നത്. ഇവരൊക്കെ ജോലിക്ക് പോയിട്ട് നമ്മളെ കൊണ്ട് പൈസ ഏൽപ്പിക്കത്തേ ഉള്ളൂ. മിക്ക വീട്ടിലും അങ്ങനെയാണ്. പിന്നെ ചില വീട്ടിലൊക്കെ ആണുങ്ങൾ തന്നെ ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആദ്യം മുതലേ രവിച്ചേട്ടൻ ദൂരേക്കല്ലായിരുന്നു. അപ്പൊ പൈസ ഇങ്ങോട്ടായിരിക്കും. ആ പൈസയുടെ കാര്യം ഫുള്ള് ഞാനാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം പൈസ എന്ത് ചെയ്തു എങ്ങനെ ചെയ്തു എന്നൊന്നും ചോദിക്കാറില്ല. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 രൂപ പോലും കളയാതെ നമ്മൾ സൂക്ഷിക്കും. പിന്നെ നമ്മൾ സാധനങ്ങൾ എടുക്കുമ്പോഴാണെങ്കിലും അതിനൊക്കെ നമ്മൾ പിശുക്കി വെച്ചിട്ടാണ് അയൽക്കൂട്ടം അങ്ങനെയൊക്കെ കൊടുക്കും. ലാസ്റ്റ് നമ്മുടെ അയൽക്കൂട്ടത്തിന്റെ പൈസ കിട്ടുമ്പോ എന്നോടൊരു ചോദ്യമുണ്ട്, ഇത് എങ്ങനെ കിട്ടി ശരിയാ ചോദിക്കും. ഓണത്തിന് ചോദിക്കും. കാരണം അത് കിട്ടാനുള്ള കാരണം ആരാ? നമ്മള് വീട്ടമ്മമാര് വീട്ടിലെ കാര്യങ്ങൾ നന്നായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാല് ഉറപ്പായിട്ടും നമുക്ക് പൈസ നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ കയ്യില് മിച്ചം വരും കേട്ടോ. എല്ലാവരും അതുപോലെ ജീവിക്കുക. എന്ന് വെച്ചിട്ട് പിശുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. പിശുക്കലല്ല എന്നുവെച്ചാൽ നമ്മൾ ആവശ്യമില്ലാതെ പൈസ കളയാനായിട്ട് പാടില്ല. 1 രൂപ പോലും നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എല്ലാരും ഉണ്ടാക്കുന്നത് അല്ലെ. നമുക്ക് വഴി കിടന്നൊന്നും 1 രൂപ കിട്ടാറില്ലല്ലോ. ഉണ്ടോ? ഇല്ല. അഥവാ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? എന്റെ ഈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എടുത്ത് അമ്പലത്തിൽ കൊണ്ടിടും. സത്യമായിട്ട് ഞാൻ എടുക്കാറില്ല, എനിക്ക് പേടിയുവാ. അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവനാണ്. അപ്പം നമുക്ക് എല്ലാവരും ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറായിട്ട് ജീവിച്ചു പോകാവുന്നേ ഉള്ളൂ. ഈ നമ്മുടെ ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഒരുവിധം നന്നായിട്ട് ജീവിച്ചില്ലെങ്കിൽ എല്ലാ സാധനങ്ങൾക്കും ഭയങ്കര വിലയൊക്കെയാണ്. അപ്പൊ നമ്മൾ അതുപോലെ ജീവിക്കാനേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മുടെ മീനൊക്കെ മൂത്ത് കഴിഞ്ഞിട്ട് ഇതുണ്ടാ ചേട്ടൻ മീനെല്ലാം കുത്തി ഇളക്കി വെച്ചു കേട്ടോ. എവിടെ പോകാനാ? ഓക്കെ. ഓക്കെ. പാട്ട് പാടുന്നില്ലേ? ത്രിവിഷകവി. അത് നമുക്കൊരു പാട്ടുകൂടെ കേട്ടല്ലോ അല്ലേ? ഇഷ്ടമുള്ള പാട്ട് പഠിക്കും. ആലോചിക്കണമെങ്കിൽ സമയം തരാം. അതെ ആലോചിച്ചിട്ട് വരാം കേട്ടോ. അപ്പൊ നമുക്ക് ഒരു ഇച്ചിരി എപ്പോഴും ഈ തിരക്കിനിടയിലൊക്കെ അല്ലേ നമുക്ക് അതിനകത്തൊരു ഇച്ചിരി നേരം ഒരു സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ചേട്ടനെ കൊണ്ടൊരു പാട്ട് പഠിക്കാം. ഒത്തിരി നാളായി പാട്ട് പാടിട്ട് ചെറിയ ചെറിയ ചൊറിഞ്ഞ പണി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എന്നെ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇത്തിരി നാളായില്ല കണ്ടിട്ട് എല്ലാരും ചോദിക്കുന്നു എന്നോട്. അതുകൊണ്ടാണ് കേട്ടോ. റെഡി 1 2 3 സ്റ്റാർട്ട്. മംഗളം നേരുന്നു നീ മനസ്സിനി മംഗളം നേരുന്നു ഞാൻ അലിഞ്ഞു ചേർന്നതിൻ ശേഷമൻ ജീവനെ പിരിഞ്ഞു പോയി എങ്കിലും എന്നും മംഗളം നേരുന്നു ഞാൻ. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം ശിലയോ കാവ്യശിലയോ നീയൊരു പ്രണയം നൈകലമോ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം. ഇടയ്ക്ക് മറന്നു അതൊന്നും സാരമില്ലല്ലേ. പിന്നെ ഒരു പാടില്ലേ ശകുന്തള അല്ല പ്രണയലേഖനം എങ്ങനെ എഴുതണം പ്രണയലേഖനം എങ്ങനെ എഴുതണം മുനികുമാരികയല്ലോ ഞാൻ മുനികുമാരികയല്ലോ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെയോ വരും. നമ്മൾ എല്ലാ പാട്ടും കൂടെ മിക്സ് ചെയ്തൊരു മിക്സ് മസാല തന്നെ ഉണ്ടാക്കിയല്ലേ. എല്ലാ പാട്ടിന്റെ ഫുൾ അറിയത്തില്ലല്ലോ. എല്ലാം 4 ലൈനും 2 ലൈനും ഒക്കെ അറിയത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പാടണമെങ്കിൽ നമ്മൾ നോക്കി എവിടെന്നെങ്കിലും ഒക്കെ എടുത്തിട്ട് വേണം പാടാനായിട്ട്. ഇതിപ്പോ നിമിഷ കളിയായിരുന്നു, അതുകൊണ്ട് നമുക്ക് നോക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ തന്നെ പാടി നമ്മുടെ കൂട്ടുകാരുടെ അടുത്തല്ലേ, പിന്നെ എന്ത് നോക്കാനല്ലേ.
അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇനി ഞങ്ങൾ ഊണ് കഴിക്കാനായിട്ട് പോവാണ്. എല്ലാവർക്കും ഉണ്ണാനുള്ള സമയമൊക്കെ ആയില്ലേ. അപ്പൊ നമുക്കൊക്കെ ഇനി ഊണൊക്കെ കഴിക്കണ്ടേ. ഇനി ഊണ് കഴിക്കുന്നത് എന്ത് കാണിക്കാനാന്ന് ഓർത്തിട്ട് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എന്താ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.